തഹജ്ജുദ് നിസ്കാരമാണ് സ്വർഗീയ ഹൂറികൾക്കുള്ള മഹർ. കർമ്മം സുഹൃതമാവട്ടെ, നല്ല മടക്കവീടിനും അവിടെ സുരഭിലവും ശാശ്വതവുമായ സന്തുഷ്ടവാസത്തിനും നീ യത്നിക്കുക. സുഗന്ധവും കൊട്ടാരവും സ്വർഗീയ നാരികളും പാലും സന്തോഷവും നിറക്കപ്പെട്ടതാണ് സ്വർഗം. ആ ഹൂരികളെപ്പറ്റി ഖുർആൻ പറഞ്ഞത് അസ്വാജു മുതഹ്ഹിറാത്ത്, സംശുദ്ധരായ ഇണകൾ എന്നാണ്. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, സ്വർഗീയ സ്ത്രീകൾ ആർത്തവം, മലം, മൂത്രം, തുപ്പുനീര്, ഇന്ദ്രിയം, സന്താനങ്ങൾ എന്നിവയെ തൊട്ട് പരിശുദ്ധരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സ്വർഗത്തിൽ ബൈദഖ് എന്ന് പേരുള്ള ഒരിടത്ത് മിഅ്റാജ് രാത്രിയിൽ ഞാൻ പ്രവേശിച്ചു. മുത്തുകളും പച്ച മരതകവും ചുവന്ന മാണിക്യങ്ങളും കൊണ്ടുള്ള കൂടാരങ്ങളുണ്ടവിടെ. അതിൽ നിന്ന് ചില സ്ത്രീകൾ എനിക്ക് സലാം പറയുന്നത് കേട്ടപ്പോൾ ഈ ശബ്ദം ഏതെന്ന് ഞാൻ ജിബ്രീലിനോട് അന്വേഷിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, കൂടാരങ്ങളിൽ പാർപ്പിക്കപ്പെട്ട ഹൂറുൻ നിസാക്കളാണവർ. അങ്ങേക്കു സലാം ചൊല്ലാൻ അള്ളാഹുവിനോട് അവർ അനുവാദം ചോദിച്ചപ്പോൾ അള്ളാഹു അനുവാദം നൽകി. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, ഞങ്ങൾ സംതൃപ്തരാണ്, ഞങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടില്ല, ഞങ്ങൾ ശാശ്വതരാണ്, ഞങ്ങൾ ഒരിക്കലും വിട്ടുപിരിയില്ല. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പാരായണം ചെയ്തു. ഈ ഹൂറികളും ഒന്നിച്ച് താമസിക്കുവാൻ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട വീടുകളെ ഖുർആൻ വർണ്ണിക്കുന്നു. സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരവിടെ ശാശ്വതരാണ്. ആ സ്വർഗീയ ആരാമങ്ങളിൽ അവർക്ക് ശ്രേഷ്ഠമായ പാർപ്പിടങ്ങളുണ്ട്. അതിലുപരി അള്ളാഹുവിൻ്റെ പ്രീതിയും അതെത്ര മഹത്തരം, ഏറ്റവും മഹത്തായ വിജയം അതുതന്നെ. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാറു ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബത്തൻ ഫീ ജന്നാത്തി അദ്നിൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ. ദാലിക ഹുവൽ ഫൗസുൽ അദീം.